നമസ്കാരം. ഇങ്ങനെ ഒരു പാർട്ടിയുണ്ടോ? എന്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്? ലഭിക്കുന്ന അവസരങ്ങൾ വരെ തുലച്ചു കളയുന്ന ഒരു പ്രസ്ഥാനം, പറയാതിരിക്കാൻ കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. 2025 വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഇതാ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലയൊന്ന് മെച്ചപ്പെടുത്തിയ കോൺഗ്രസിന് വല്ലാത്ത ഗതികേടാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആരും വിശ്വസിക്കാത്തൊരു കാര്യം, വിശ്വസിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ KPCC പ്രസിഡന്റിൻ്റെ തലയ്ക്ക് തളം വയ്ക്കേണ്ട അവസ്ഥയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ KPCC പ്രസിഡന്റായ K. സുധാകരൻ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തലയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളൊരു കൂടോത്രമുണ്ട്. ആ കൂടോത്രം കഥയുടെ അവസ്ഥ, അതിൻ്റെ കൂടം അടിച്ചു പൊട്ടിക്കേണ്ട സ്ഥിതിവിശേഷ സമയം കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങളോട് പക്ഷേ ഈ കൂടോത്ര വീഡിയോ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതാരാണ് തന്നത് എന്ന് പറഞ്ഞാൽ മറുപടി പറയാമെന്ന് പറയപ്പെടുന്ന തരത്തിൽ മാത്രം ഒരു വാചകം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന MP-യെ കാണേണ്ടി വരുന്നതും ഗതികേടാണ്. ഇത് സുധാകരൻ്റെ വീട്ടിൽ മാത്രം നടന്ന ഒരു കൂടോത്ര കഥയല്ല. മുമ്പ് സുധീറിൻ്റെ വീട്ടിലും BM സുധീറിനും ഇതുപോലെ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അപ്പോഴും ഇങ്ങനെ കൂടോത്ര കഥയുണ്ടായിട്ടുണ്ട്. അന്നും ഇതുപോലെ കൂടോത്ര കഥയിലെ കഥാപാത്രവും അതിൻ്റെ ഈ കൂടോത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുമൊക്കെ ആയി മാറുന്നത് പലപ്പോഴും ഈ രാജ്മോഹൻ ഉണ്ണിത്താണ്. ഇദ്ദേഹത്തിനൊന്നും നാണമില്ലേ? സുധാകരൻ തന്നെ അയ്യോ എൻ്റെ കയ്യും കാലുമൊക്കെ തളർന്നു പോകുന്നു, ഞാൻ മരിക്കാതെ രക്ഷപ്പെടുന്നത് തന്നെ ഭാഗ്യമെന്ന് പറയപ്പെടുന്ന തരത്തിലത്ത് കൂടോത്രത്തിനെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ടനായി മാറുകയാണ് സുധാകരനെ പോലുള്ളത്. സുധാകരനെയൊക്കെ KPCC പദവിയിൽ നിന്ന് പടിക്ക് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ കണ്ണൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. സുധാകരനെ പോലൊരു മരമണ്ടനെ, അന്ധവിശ്വാസിയൊക്കെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് കണ്ണൂരുകാരെത്തിപ്പോയി എന്നുള്ളതാണ് സത്യമായിട്ട്. സ്വയം ചിന്തിക്കാനുള്ള കഴിവെങ്കിലും വേണ്ടി എന്ത് കൂടോത്രം? ഇവിടെ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയൊക്കെ മുകളിലൂടെ ജനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ, സുധാകരനെ പോലുള്ളവർ ഇന്നും താമസിക്കുന്നത് ഈ 16ാം യുഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഗതികേടാണ്. ഈ കോൺഗ്രസിൻ്റെ മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ കണ്ണൂരുകാരുടെയും ഗതികേടാണ് സുധാകരനെ പോലുള്ളവർ. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ച് നമുക്ക് പലപ്പോഴും പറയേണ്ടതായിട്ട് വരാറുണ്ട്. കോൺഗ്രസിന് വേണ്ടി വളരെ കാലം കോൺഗ്രസ് പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച അവസാനം പലപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളിലും പരാമർശങ്ങളിലും ഒക്കെ പെട്ടതിനു ശേഷം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി കോൺഗ്രസ് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ. അവസാനം കോൺഗ്രസിനിടയിലേക്ക് ഒരു സുനാമി അടിച്ചു കയറിയതുകൊണ്ട് 19 പേർ വിജയിച്ചപ്പോൾ അതിനൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനും വിജയിച്ചു. അങ്ങനെ MP ആയി ആദ്യമായി. അതിനുശേഷം 2024 അദ്ദേഹത്തിനെ MP ആക്കാൻ അവിടുത്തെ ജനങ്ങൾ സഹകരിച്ചു. അപ്പോൾ എന്ത് വേണം? തനിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിൽ കിട്ടിയ MP പദവിയുമായി ലോക്സഭയിൽ കാസർഗോഡുകാരെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള 5 വർഷം തുടർന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ കോൺഗ്രസിനകത്തെ ബാക്കിയുള്ള ഗ്രൂപ്പ് കളികളിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന് കുറച്ച് ഒരു മന്ത്രിയാവണമെന്നൊക്കെ മോഹമുണ്ടാവും. അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് വൃഥാവിലാണത്. മാത്രമല്ല ഗതികേടാണ്. ലഭിച്ചത് അംഗീകാരങ്ങൾ, പാർട്ടി തന്ന അധികാരങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട വിഷയം, ഈ സുധാകര കൂടോത്രത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള അനിഷ്ടങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ DKയുടെ കൂടോത്രം കണ്ടെത്തിയത് നമ്മൾ കണ്ടതാണ് കർണാടകത്തിലെ. അതിലും കേരളത്തിലെ മന്ത്രവാദിയുണ്ട്. ഏർപ്പാടാക്കിയത് കോൺഗ്രസ് നേതാവ്, കർണാടക ഉപമുഖ്യമന്ത്രിയും PCC പ്രസിഡന്റുമായിട്ടുള്ള DK ശിവകുമാറിനെതിരെ മൃഗബലിയും ഗൂഢപൂജയും കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ക്ഷേത്രത്തിന് സമീപം നടന്നതെന്ന് കണ്ടെത്തിയതും കേരളത്തിൽ നിന്നുള്ള മന്ത്രവാദിയാണ്. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവാണ് DK ശിവകുമാറിന് ഈ മന്ത്രവാദിയെ ഏർപ്പാടാക്കി കൊടുത്തത് എന്നും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ പൂജയിലാണ് മൃഗബലിയും ഗൂഢപൂജയും ഒക്കെ കണ്ണൂരിലെ ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ ശിവകുമാറിനെതിരെ നടന്നതായി കണ്ടെത്തിയത് പോലും. അന്ന് ശിവകുമാർ കേരളത്തെക്കുറിച്ച് നടത്തിയ ആരോപണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അപ്പാടെ അന്ന് തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. കേരളം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ നാളല്ല, കോൺഗ്രസ്സുകാർ അതല്ല ഇതല്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിച്ചു. അതിനിടെയാണ് KPCC പ്രസിഡന്റ് MP ആയിട്ടുള്ള K. സുധാകരനെതിരെ അജ്ഞാതര് കൂടോത്രം നടത്തിയെന്നുള്ള ആരോപണം വരുന്നതും ആ കൂടോത്ര വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കണ്ണൂരിലെ നടാലിലെ K. സുധാകരൻ്റെ വീട്ടുപറമ്പിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി കൂടോത്രമെന്ന നിഗൂഢ പൂജ ചെയ്ത് കുഴിച്ചിട്ട ചില വസ്തുക്കൾ കുഴിച്ചെടുത്തതായിട്ട് സുധാകരൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. സുധാകരനെ പോലുള്ള നേതാക്കളൊക്കെ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള
അന്ധവിശ്വാസത്തേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കർണാടകത്തിലെ DK ശിവകുമാറിനെതിരെ പോലും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തത്, കൂടോത്ര സംവിധാനം ഉണ്ടാക്കിയെടുത്ത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് എന്ന് അന്ന് DK ശിവകുമാർ എന്നെ പറഞ്ഞപ്പോഴും ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, ഇവിടെ ഉള്ളവരൊന്നും അത്തരത്തിലുള്ള അന്ധവിശ്വാസികളോ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അങ്ങനെ ഗൂഢപൂജ നടത്തുന്നവരോ അല്ല എന്നൊക്കെ വാദിക്കുകയുണ്ടായി. അങ്ങനെ വാദിച്ചവരാണെന്ന് സുധാകരനെ പോലുള്ള KPCC പ്രസിഡന്റ് വീടിനുള്ളിൽ നിന്ന് ഈ കൂടോത്രങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന സുധാകരൻ അതേ സമയത്തിനോ ഇതൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല, ഇതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയുക എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കൂടോത്ര വിവാദം ഇത്രയും വലിയ വിഷയമാവില്ലായിരുന്നു. സുധാകരനെ കുറിച്ച് ജനങ്ങൾക്ക് കുറച്ചുകൂടി മതിപ്പ് തോന്നിയേനെ. പക്ഷേ ഇപ്പോൾ പുച്ഛമാണ് തോന്നുന്നത് സുധാകരൻ എന്ന് പറയപ്പെടുന്ന KPCC പ്രസിഡന്റിനെ കുറിച്ചും കണ്ണൂരുകാരുടെ MP യെക്കുറിച്ചും. കാരണം ഇങ്ങനൊരു പ്രസ്ഥാനം, എന്താണ് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇത്രത്തോളം തരംതാണ് പോകുന്നത്? കേരളത്തിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സത്യത്തിൽ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പഴയ കാലത്തിലേക്ക് സഞ്ചരിച്ചു പോകുവാനുള്ള ഒരു വ്യഗ്രത കൂടുന്നു. എന്തിനാണ് ഈ കൂടോത്രം എന്ന് പറയപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി ജനങ്ങളെ സേവിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് നൽകുന്ന വോട്ട് നിങ്ങളെ ജയിപ്പിച്ചെടുക്കാൻ കാണിക്കുന്ന വ്യഗ്രത കാണിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവരെ ഇങ്ങനെ ഒരു തുലാസിൽ നിർത്താതിരിക്കൂ. കോൺഗ്രസിന്റെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അവരെ പോലും നിങ്ങൾ ഇങ്ങനെ നടുക്കടലിൽ മുക്കിക്കൊല്ലുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന പ്രസ്താവനകളുമായി എത്തുന്നത് ഈ കോൺഗ്രസിന്റെ ഗതികേടാണ്. കോൺഗ്രസിനെ അറബിക്കടലിൽ കൊണ്ട് കളയുന്ന തരത്തിലേക്ക് സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കമുള്ള നേതാക്കൾ തയ്യാറെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇത് കോൺഗ്രസിന്റെ ഗതികേടാണ്. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നുമൊക്കെ ഇതുപോലുള്ള സുധാകരനെ പോലെയുള്ള അന്ധവിശ്വാസികളെ പടിയടച്ച് പിണ്ടം വയ്ക്കണം. ഈ പ്രസ്ഥാനത്തിനെ നയിക്കാൻ കെൽപ്പുള്ള യുവാക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ചു കൊടുക്കൂ. എന്നിട്ട് ഇനിയെങ്കിലും ഈ അന്ധവിശ്വാസക്കാരെയും കൂടോത്രക്കാരെയും ഈ പടിക്ക് പുറത്താക്കി വീടുകളിൽ തന്നെ ഇരുന്ന് ജീവിക്കാൻ പഠിപ്പിക്കൂ.